നേന്ത്രപ്പഴം വല്ലാതെ പഴുത്ത് കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഞാനൊരു 2 നേന്ത്രപ്പഴം എടുത്തിട്ട് അത് 3ആയിട്ട് കഷ്ണാക്കി ഞാനൊന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ ഇഡ്ഡലി പാത്രത്തിൽ. അപ്പോൾ ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. അത്യാവശ്യം നല്ലപോലെ ഉടയണ ലെവലിൽ തന്നെ വെന്തോട്ടെ കേട്ടോ. അത് വെച്ചാൽ നമുക്ക് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ തൊലി കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് വ്യത്യാസം വന്നെന്ന് വെച്ചിട്ട് ഒന്നും വിചാരിക്കേണ്ട, കാരണം അത് ലൈറ്റിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു കളറായി പോയി കേട്ടോ അത് വെന്ത് വന്നപ്പോൾ. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡും കൂടി ഇടുകയാണ്. ഞാനൊരു 4-5 ബ്രെഡ് ഇടുന്നുണ്ട്. നല്ല പോലെ പിച്ചി പൊളിച്ച് അതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഞാൻ അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. വല്ലാതെ കുഴക്കേണ്ട, നമുക്ക് ഇനിയും കുറച്ച് കൂട്ടുകൾ കൂടി ഇത് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗള് തേങ്ങയാണ്, ചരുകിയതാണ്, അതൊന്നും ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാരയും കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ കൈകൊണ്ട് കുഴച്ചെടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട, ഓൾറെഡി നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും നല്ലപോലെ കുഴഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ച് ഉരുട്ടി വെക്കുക കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഇതിലെടുക്കാം. ഞാനിപ്പോൾ ഒരു ഉണ്ട പോലെ ആക്കിയിട്ടുണ്ടെന്നുള്ളൂ. ഇഷ്ടമുള്ള പോലെ നീളത്തിലോ അങ്ങനെ എന്ത് വേണമെങ്കിലാകാം. അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ ഇപ്പോൾ ഉരുളായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഓയിലാട്ടോ ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് നല്ലപോലെ പൊരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉള്ളൊന്ന് വേവാനായിട്ട് നേന്ത്രപ്പഴം മാത്രമേ ഇതിൽ വെന്തതായിട്ടുള്ളൂ, ബാക്കിയൊക്കെ വേവണമല്ലോ. അപ്പോൾ ഒരുപാട് ടൈമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റൊക്കെ കൂടുതലാണ്, എന്നാൽ അത്ര തന്നെ മതി. അപ്പോൾ ഉള്ളൊക്കെ ഒന്ന് വേവണ വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഈ നേന്ത്രപ്പഴവും ബ്രെഡും കൊണ്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ല മധുരത്തിലാണ് കേട്ടോ. നേന്ത്രപ്പഴത്തിന് ഓൾറെഡി മധുരമുണ്ട്, പിന്നെ ബ്രെഡിനും പിന്നെ കുറച്ച് നമ്മൾ പഞ്ചസാരയും കൂടി ഇതിൽ ഇടേണ്ടി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മധുരം കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റി തന്നെ കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചാലും മതിയാവാത്ത പോലെ ഒരു ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ മോനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടി. നെയ്യിൻ്റെ ഒരു ഇതൊക്കെ വന്നപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ.